ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചൊരു ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ എൻ്റെ ഒരു കൺസേൺ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് കണ്ടില്ലേ, രണ്ടാൾക്കാർ ബൈക്കിൽ നേരെ നമ്മുടെ NH66 കയറുകയാണ്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ, കയറാൻ പാടില്ല എന്നുള്ള ബോർഡ് വെച്ചിട്ട് ഈവൻ ദോ അവർ കയറുന്നുണ്ട്. ഇത് ഞാൻ പാലക്കാട് അല്ലെങ്കിൽ തമിഴ്നാട് നിന്ന് പാലക്കാട് വരെ എത്തുന്ന റോഡാണ് കേട്ടോ. അടിപൊളി റോഡായിരുന്നു. നമ്മൾ ഏകദേശം 400 കിലോമീറ്ററൊക്കെ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 5 മണിക്കൂർ താഴെ തന്നെ നമ്മൾ 400 കിലോമീറ്ററൊക്കെ സ്പീഡിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഇഷ്യൂസ് ഇല്ല. കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവിടെ സ്ഥലത്തിനാണെങ്കിലും അതേപോലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ആണെങ്കിലും ഒക്കെ കുറവാണ്. ഇത് നമ്മുടെ കേരളത്തിലാണ്. നമ്മുടെ കേരളത്തിലെ NH ഫ്രം വളാഞ്ചേരി ടു രാമനാട്ടുകരയുള്ള റീച്ചിൽ പറ്റുന്ന ആക്സിഡൻറ്റ്, അതേപോലെ കാസർഗോഡുള്ളത്. അവിടെ ഒരുപാട് ആക്സിഡൻസാണ് ഇപ്പോൾ ലാസ്റ്റ് വീക്കുകളിൽ നടന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു കൺസേൺ ആയിട്ടുള്ള പാർട്ടാണ്. എന്താ ഹ്യൂമൻ ലൈഫിനൊരു ഇതൊന്നുമില്ലേ, ആർക്കും കെയർ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ നിയമം സ്ട്രിക്റ്റ് ആക്കണം. അതേപോലെ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് എന്നുള്ളത് കൊടുത്തേ പറ്റൂ. കാരണം അത്രയും വിപത്താണ് വരാനിരിക്കുന്നത്. ബൈക്കാണെങ്കിൽ ബൈക്ക് കയറ്റില്ല എന്നാണെങ്കിൽ അതിന് സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കണം. അതേപോലെ സർവീസിൻ്റെ കാര്യത്തിൽ, സർവീസ് റോഡിൻ്റെ കാര്യത്തിൽ അത് 2 വേ ആണോ 1 വേ ആണോ എന്നുള്ള കൺഫർമേഷൻ കൊടുക്കണം. 2 വേ ആണെങ്കിൽ 2 വേൻ്റെ പോലെ വണ്ടി ഓടിക്കണം. ഞാൻ ഇന്നലെ സർവീസ് റോഡിലൂടെ പോയിട്ടോ, വളരെ കഷ്ടപ്പാടായിരുന്നു സർവീസ് റോഡിലൂടെ വണ്ടി ഓടിക്കാൻ. കാരണം 2 സ്ഥലത്തു നിന്നും, മുന്നിൽ ബാക്കിൽ നിന്നും 2 സൈഡിൽ നിന്നും വണ്ടി വരുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയുക? ഇത് എനിക്കെന്താ പറയുക, ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ്. ഇത്രയും ലൈഫുകൾ ഈ NH റോഡിൽ പൊലിഞ്ഞിട്ടും ആരും ഒന്നും കെയർ ചെയ്യാത്തത്. കാരണം ഇത് സ്ട്രിക്റ്റായിട്ട് എടുക്കേണ്ട തീരുമാനം. ഇനി എപ്പോൾ എടുക്കാനാണ്? കാരണം ഇനിയും കൂടുതൽ വണ്ടികൾ കയറാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം വണ്ടി മെയിൻ ഹൈവേയിലേക്ക് കയറ്റാൻ പറ്റില്ലെങ്കിൽ അത് സ്ട്രിക്റ്റായിട്ട് നിയമം കൊണ്ടുവരണം. സർവീസ് റോഡ് അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം. സർവീസ് റോഡിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം. 1 വേ ആണോ 2 വേ ആണോ? 2 വേ ആണെങ്കിൽ 2 സൈഡിലേക്കും പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കും. നമ്മൾ ഓടിക്കുന്ന പോലെ ലെഫ്റ്റ് ചേർന്നിട്ട് ഓടിക്കേണ്ട ആ രീതിയിൽ ഓടിക്കുക. അല്ലാതെ 2 സൈഡിലും ലെഫ്റ്റും റൈറ്റിലും ഓടിച്ച് വരരുത്. ഓട്ടോറിക്ഷയും അതേപോലെ കാറുകളൊക്കെ അങ്ങനെ ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ രാമനാട്ടുകര മുതൽ അഴിഞ്ഞാലുള്ള സ്ഥലത്ത് സ്ട്രെച്ചിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതേപോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊരു കൺഫർമേഷൻ കിട്ടണം. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ആർക്കും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. മറ്റുള്ളവർ ചെയ്യുന്നു, നമ്മളും അതേപോലെ മിമിക് ചെയ്യുന്നു. അതാണ് അവസ്ഥ. അപ്പോൾ അത് മാറ്റണം. അത് മാറ്റിയിട്ട് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റണം. ഞാൻ ഇന്നാളെ ഇതേപോലൊരു ഇലക്ട്രിക് വണ്ടി നമ്മുടെ ഫ്രീ ആയിട്ട് ഒഴിച്ചിടേണ്ട വേയിലൂടെ പോകുന്നത് കണ്ടിട്ടാണ്. അവർ 90-ലൊക്കെയാണ് പോകുന്നത്. അത് ഓക്കെ, സ്പീഡല്ല ഞാൻ പറഞ്ഞു. പക്ഷേ ബാക്കിലിരിക്കുന്ന കാറുകൾക്ക് അവർ സൈഡ് കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ധാർഷ്ട്യങ്ങൾ ഒഴിവാക്കണം. കണ്ടില്ലെങ്കിൽ മണ്ണ് പറ്റും. ഇറച്ചിയിൽ മണ്ണ് പറ്റിയ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ഷെയർ ചെയ്യും.